നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്നേ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അത് പ്രത്യേകം പറയാനുള്ള കാരണം എനിക്ക് മാത്രമല്ല, നമ്മളുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും സന്തോഷമുള്ള ദിവസമായിരിക്കും. ഇനി എന്താണ് ആ കാരണം എന്ന് പറയാം. നമുക്ക് എന്ത് വിഷമത്തിൻ്റെ ഇടയിലും, ഇപ്പോൾ കൃഷിയിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു മേഖലകളിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു പൂച്ചെടിയിൽ ഒരു മൊട്ട് വരുന്നത് കാണുമ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഈ പറഞ്ഞു വരുന്നത് ചെണ്ടുമല്ലി കൃഷിയിൽ മൊട്ട് വരുന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കൃഷി രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി, ഏതൊക്കെ വളം എങ്ങനെ കൊടുത്തു, പല നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഇട്ട് വളം കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു. ഒരു വളം കൂടുതൽ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. കുറഞ്ഞ വളം കൂടുതൽ സമയം കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയിട്ട് ജൂൺ 11 തീയതി കണക്കാക്കി നട്ടു. ജൂൺ 21 ഫസ്റ്റ് തലപ്പ് മുറിച്ചു. ജൂലൈ 2 തീയതി സെക്കൻഡ് തലപ്പ് മുറിച്ചു. അതിൻ്റെ ഇടയിൽ ഓരോ വളം ഏതാണെന്ന്, നൈട്രജൻ എന്തിന്, ഫോസ്ഫറസ് എന്തിന്, പൊട്ടാഷ്യം എന്തിന് പറഞ്ഞു തന്നുകൊണ്ട് ഓരോ വളം എങ്ങനെ പ്രയോഗിക്കണമെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ പറഞ്ഞ് ജൂലൈ 21, 22 തീയതികളിൽ 21 തീയതി അതിൻ്റെ തലപ്പ് മടങ്ങും മൊട്ടുണ്ടാവുന്നതിൻ്റെ ലക്ഷണം കാണിക്കുമെന്ന് പറഞ്ഞു. അതും നമ്മൾ കാണിച്ചു. കുറേ ആളുകൾക്കൊക്കെ അത് ക്ലിയർ ആയി കണ്ടു. ഇനി ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പം കാണിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജൂലൈ 25 മൊട്ട് കണ്ടു തുടങ്ങണം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ആ സിസ്റ്റത്തിൽ പോകുമ്പോൾ കറക്റ്റ് ഡേറ്റ് ജൂലൈ 25 മൊട്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ വീഡിയോ ഇത് കാണിച്ചു തന്നിട്ട് അതിൻ്റെ ശേഷം ഇന്ന് മൊട്ട് കാണാത്ത ആളുകൾക്ക്, അതായത് ജൂലൈ 25 മൊട്ട് കാണാത്ത ആളുകൾ ഒരു വിഷമവും ചെയ്യേണ്ട. നിങ്ങളോട് മൊട്ട് കാണാൻ വേണ്ടിയിട്ട് ജൂലൈ 21 തൊട്ടിട്ട് ഒരു തവണ പൊട്ടാഷ്യം 1-2 തവണ പറ്റുന്ന സമയത്ത് 13, 27 എന്ന് പറയുന്ന ഈ മാക്രോ ന്യൂട്രിയൻസ് മിക്സ്, അതായത് എല്ലാ വളങ്ങളും കൂടിയിട്ടുള്ള ഈ സാധനം 1 ലിറ്റർ വെള്ളത്തിൽ, ഒരു സ്പൂൺ 5-10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ചെടികൾക്ക് ഇടവിട്ട് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ ഇടവിട്ട് അടിക്കുന്നത് ഡയലൂട്ടഡ് ആയതുകൊണ്ടാണ് ഇടവിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 1-2 തവണ അടിക്കാൻ പറഞ്ഞു. ജൂലൈ 25 നിങ്ങളോട് മൊട്ട് കാണും. ജൂലൈ 25 നമുക്ക് മാറ്റമുള്ള ദിവസം. ജൂലൈ 25 മൊട്ട് കണ്ടു തുടങ്ങും എന്ന് പറഞ്ഞിട്ട്, ഇതിൻ്റെ മുന്നേ മൊട്ട് കണ്ടു തുടങ്ങിയ ആളുകൾക്കും ഈ വൈകുന്ന ആളുകളുടെയും കാര്യം ഞാൻ അത് എന്താണെന്ന് വേറെ പറഞ്ഞു തരാം. അപ്പോൾ ജൂലൈ 25 ഫസ്റ്റ് മൊട്ട് ഈ വീഡിയോൻ്റെ അടുത്ത ഇതിൻ്റെ ഭാഗത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ മൊട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അത് കാണുക, നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് ആ കറക്റ്റ് പറഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ ഡേറ്റിൽ തന്നെ മൊട്ട് വന്ന് തുടങ്ങും. നമ്മളെ ചെടികളുടെ അവസ്ഥ കാണിച്ചു തരാമെന്ന് പറയുന്നില്ലേ. 25 തീയതി, അതായത് ഇന്ന് രാവിലെ കാണേണ്ട അവസ്ഥയാണ്. 25 തീയതി മാത്രം മൊട്ട് കണ്ട് തുടങ്ങിയാൽ മതി എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമുക്ക് അത്തത്തിൻ്റെ സമയത്തേക്ക് കുറച്ച് വിരിഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ ഓണത്തിലേക്ക് വിരിഞ്ഞത്. ആദ്യം നല്ലോണം വിരിയണ്ട കേട്ടോ. നമ്മളിത് ഓരോന്നും ശാസ്ത്രീയമായി പഠിച്ച് പ്രയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പറ്റുന്ന ആളുകൾ അതേപോലെ ചെയ്യുക, അല്ലാത്ത സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യുക. എല്ലാതും ശരിയായിക്കോളും, നല്ല രീതിയിലായിക്കോളും. ഓരോരുത്തർ പ്രയോഗ രീതിയിൽ മാത്രം മാറ്റം വരുത്തുക എന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 25 തീയതി ഇപ്പോൾ നോക്കുക, ഈ ചെടി 11 തീയതി ജൂൺ 11 നട്ട ചെടിയാണ്. കവറിലാണ് നട്ടിട്ടുള്ളത്. നല്ല കരുത്ത് വന്നിട്ടുണ്ട്. തലയൊക്കെ മുറിച്ച് ഒരു 10-12ഓളം കൊമ്പുകൾ ഇതിലുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തലയൊക്കെ മടങ്ങിയിട്ടുള്ള അവസ്ഥ പറഞ്ഞില്ലേ. ഈ തല മടങ്ങിയ അവസ്ഥയിൽ ഏറ്റവും തലപ്പിൽ മൊട്ട് കണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. 25 തീയതി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തോന്നുന്നു. ഇതാണ് മൊട്ട്, ഫസ്റ്റ് മൊട്ട് കാണുക കേട്ടോ. ഇന്ന് രാവിലെ, അതായത് 25 തീയതി രാവിലെ കാണുന്നതാണ് ഈ ഏറ്റവും ചെറിയ മൊട്ട്. ഇനി ജൂലൈ 25 ഇന്ന് മൊട്ട് കാണാത്ത ആളുകൾക്കുള്ള കാര്യമാണ് ഇനി പറയുന്നത്. കുറച്ച് ആളുകൾക്ക് മൊട്ടുണ്ടായി, കുറച്ച് ആളുകൾക്ക് നേരത്തെ ഉണ്ടായി, ചില ആളുകൾക്ക് പൂ വിരിഞ്ഞു. അതൊക്കെ ഡേറ്റ് മുന്നേക്ക് ആയ ആളുകൾക്കാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആവുന്ന ഡേറ്റ്. ഇനി ഈ ജൂലൈ 25 തന്നെ മൊട്ട് കാണുന്ന ഒരു നിർബന്ധമില്ല. 25 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റഡ് ഡേറ്റ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 1 ദിവസം 2 ദിവസം മുന്നോ 2 ദിവസത്തിന് ശേഷമോ 3 ദിവസമൊക്കെ ആവാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ കാണുന്നില്ലെങ്കിൽ ആ മുൻഭാഗത്തെ ഏറ്റവും ടോപ്പിലുള്ള ഇലമുകളൊന്ന് വിടർത്തി നോക്കിയാൽ ചെറിയ മൊട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഡേറ്റ് കറക്റ്റായി. നിങ്ങളുടെ കൃഷി രീതി ഒന്നും തെറ്റിയിട്ടില്ല. ഇനി ചെടി തഴച്ചു വളരാനുള്ള സമയമല്ല, തഴച്ചു വളരുന്നതോടൊപ്പം പൂവിടാനുള്ള സമയമാണ്. അതുകൊണ്ട് ഇനി മൊട്ടിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ജൂലൈ 25 മൊട്ട് കണ്ടു എന്ന് പറഞ്ഞു. മൊട്ട് കാണാത്ത ആളുകൾ
13, 27, 27 എന്ന് പറയുന്ന ഈ വളം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇത് മേടിച്ചടിക്കുക. ഇതിലെല്ലാ സാധനം കൂടി ഉണ്ട്. അപ്പോൾ ഇത് മതി. അത് എന്താ ചെയ്യേണ്ടത്? മുട്ട് കാണാത്ത ആളുകളാണെങ്കിൽ 2 ദിവസത്തെ ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇന്നടിച്ചാൽ നാളെ അടിക്കേണ്ട, മറ്റന്നാൾ. ഇത് കുറഞ്ഞ അളവിലെടുക്കുക. ഒരു നുള്ളെടുക്കുക, വെള്ളത്തിൽ കലക്കുക, സ്പ്രേ ചെയ്യുക, കുറച്ച് ചെടികളുള്ള ചേനടിക്കുക. അല്ലെങ്കിൽ 1 സ്പൂണ് ഇതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ളത് 1 സ്പൂണ് 5 ലിറ്റർ വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ടീസ്പൂൺ 5 ലിറ്റർ വെള്ളം എന്ന് പറയാം. അങ്ങനെ നമുക്ക് 2.5 ലിറ്റർ വെള്ളം എടുത്തോ, എല്ലാത്തിനും അടിച്ചോ. ബാക്കി വേണമെങ്കിൽ പിന്നീട് 1/2 സ്പൂണ്. അത് വിചാരിച്ചിട്ട് പിന്നെ ഈ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ ഒക്കെ അവസ്ഥയിൽ വേഗം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറേ അങ്ങോട്ട് അടിച്ചാൽ വേഗം ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും നേർപ്പിച്ച് നിങ്ങൾ അടിച്ചോളൂ. അപ്പോൾ ഇന്നടിച്ചിട്ട് നാളെ അടിക്കണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വളരെ നേർപ്പിക്കുക. ഇന്നും അടിക്കുക, നാളെ അടിക്കുക, മറ്റന്നാൾ അടിക്കുക. അല്ലെങ്കിൽ 2 ദിവസത്തെ ഗ്യാപ്പിൽ ഈ പറഞ്ഞ അളവിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ അടിച്ചോളൂ. അടുത്ത വീഡിയോ വരുന്നവരെ. അത് മുട്ട് വരാത്ത ആളുകൾ നിർബന്ധമായി ഇതടിക്കണം. ഇനി മുട്ട് വരാനുള്ള ലക്ഷണം കാണിച്ചിട്ടും മുട്ടിൻ്റെ നിങ്ങൾക്ക് വല്ലാതെ കൂമ്പ് അടഞ്ഞിട്ടില്ലെങ്കിൽ ജിബറലിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അത് വളം വയ്ക്കുന്ന വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും. ജിബറലിക് ആസിഡിൻ്റെ കണ്ടന്റ് കൂടിയ ഏതെങ്കിലും ഒരു ബൂസ്റ്റർ മരുന്ന് കിട്ടും. ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ സമയം ഉണ്ടോ എന്നറിയില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീരെ മുട്ട് വരാത്ത ആളുകൾ ജിബറലിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം മേടിക്കുക. അതിൽ പറയുന്ന അളവിൽ അത് വെള്ളത്തിൽ ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ കൂമ്പ് ഭാഗങ്ങളിൽ, കൂമ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ കുറേ തണ്ടുകളുണ്ടാവും, എല്ലാത്തിൻ്റെ കൂമ്പ് ഭാഗങ്ങളിലും ഫോഴ്സ് ചെയ്തിട്ട് സ്പ്രെയർ പമ്പ് ഉപയോഗിച്ചിട്ട് എല്ലാ ചെടിയുടെ മേലെ അടിച്ചു കൊടുക്കുക. ഏറ്റവും നല്ല ഏർലി മോർണിംഗ് ആണ്. അല്ലെങ്കിൽ ഒരു 3 മണി 4 മണിക്ക് ശേഷമുള്ള സമയത്തെങ്കിലും അടിച്ചു കൊടുക്കുക. അത് അബ്സോർബ് ചെയ്തോളും. ഉണ്ടോ? അപ്പോൾ ജിബറലിക് ആസിഡ് മുട്ട് വരാത്ത ആളുകൾ ഒരു 2 തവണ ലൈറ്റ്, ഇതും ഞാൻ അടുപ്പിച്ച് 2 തവണ എന്ന് പറയുന്നത് 1, 3, 5 ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തോതിൽ അതൊരു ഉത്തേജന മരുന്നാണ്. ആ ഉത്തേജന മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൂവിടാത്ത ചെടി പൂവിടാനുള്ള സ്വഭാവം വേഗത്തിൽ കാണിക്കും. അപ്പോൾ ജിബറലിക് ആസിഡ് ഒരു തുള്ളി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാ ചെടികളുടെയും മേലടിക്കുക. മുട്ട് വരാത്ത ആളുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അത് അടിച്ചതിൻ്റെ പിറ്റേ ദിവസം 13, 27, 27 അടിക്കുക. 1 ദിവസം ഇടവിട്ടിട്ട് വീണ്ടും അടിക്കുക. ഇനി ഈ 2 ദിവസം അടിക്കുമ്പോഴേക്കും ചെടിയിൽ ആ കൂമ്പ് കുറച്ചും കൂടി അടയും, മുട്ട് വരാനുള്ള അത് കണ്ടു. ഇനി അതിലേറെ ഹെവി ഡോസ് ആയിട്ടുള്ള സാധനമാണ് 0.45 എന്ന് പറയുന്ന ഈ പൊട്ടാസ്യത്തിൻ്റെ ഹെവി സാധനം. ഇത് വലിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ മുതലായി എന്ന് വരില്ല. 13, 27, 20 ഇത് മൈക്രോന്യൂട്രിയൻസ് അടക്കമുള്ളതാണ്. ഇത് മൈക്രോന്യൂട്രിയൻസ് ഒന്നുമില്ല, വെറും പൊട്ടാസ്യം കണ്ടന്റ് ഹെവി ഡോസാണ്. ഇതെടുത്തിട്ട് 1 സ്പൂണ് ഇതേപോലെ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. 1 സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട. നിങ്ങൾക്ക് തീരെ വരാനുള്ള ലക്ഷണം കാണിക്കുന്നില്ലെങ്കിൽ ജിബറലിക് ആസിഡ് അടിച്ചിട്ട് 13, 27, 27 ഇല്ലെങ്കിൽ ഈ 0.45 ഇതെന്താ അറിയോ, 1 കിലോ ഒക്കെ എൻ്റെ പാക്കറ്റൊക്കെ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് മേടിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. വലിയ തോട്ടങ്ങളിലോർ ഈ 0.45 0.50 എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട്. ആ ലാസ്റ്റ് സംഖ്യ കൂടിയത് പൊട്ടാസ്യം കൂടിയതാണ്. അത് മേടിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഒരു 2 തവണയെങ്കിലും ഡയലൂട്ട് ചെയ്തിട്ട്, ഞാൻ പറയുന്നു ഡയലൂട്ട് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് വെക്കാനേ കാശിനി കൂടുതൽ ചിലവാക്കണമെങ്കിൽ നല്ലത് ഈ പറഞ്ഞ ഈ സാധനം ചെറുത് മേടിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ തോട്ടത്തിൽ പല സ്ഥലത്തായിട്ട് കരിയിലകളോ അല്ലെങ്കിൽ ചകിരിയോ ഇട്ടിട്ട് പുക വരുത്തുക. കത്തിക്കാൻ പാടില്ല. പുക വരുത്തി കഴിയുമ്പോൾ പച്ചിലകൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ള പുക പരക്കും. ആ പുക ചെടിക്ക് കൊടുക്കുന്നതും ചെടിയെ പൂവിടാൻ ഉത്തേജിപ്പിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വഴിവെക്കിൽ റോഡ് സൈഡിനോട് ചേർന്നിട്ട് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മാവിൻ്റെ കഥ പറഞ്ഞ പോലെ വേഗത്തിൽ പൂവിടും. കാരണം റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പുക ഇതിലേക്ക് വരും. നീ ഇത് കണ്ടിട്ട് ആരും സ്വന്തം ബൈക്കോ കാറോ പൂന്തോട്ടത്തിൽ കൊണ്ടുവച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്ത് പുക കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ പുകയുടെയും കരിയുടെയും കാര്യം പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇന്നത്തെ ഡേറ്റിന് മുട്ട് കാണാത്ത ആളുകൾ ഈ കാര്യം ചെയ്യുക. ഇനി മുട്ട് കണ്ട ആളുകൾ ജൂലൈ 25 മുട്ട് കണ്ട് ഉറപ്പാക്കിയ ആളുകൾ ഈ വളം ഇത് തന്നെ ഇപ്പൊ ഇവര് കൊടുത്ത പോലെ തന്നെ വേണമെങ്കിൽ, അതായത് കൂടുതൽ പൂവ് അത്തത്തിലേക്ക് തള്ളി വരണമെങ്കിൽ നിങ്ങൾക്ക് ജിബറലിക് ആസിഡ് കൊടുക്കാം. ഇനി അല്ല നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, അത്തം വേണ്ട, ഓണത്തിനോട് അടുപ്പിച്ച് 4 ദിവസം മുന്നേ കിട്ടിയാൽ മതിയെങ്കിൽ ഒന്ന് സ്ലോ ആക്കുക. ഇത് 1 തവണ കൊടുക്കുക. പിന്നെ നമ്മളെ DAP അല്ലെങ്കിൽ ഫാക്ടംബോസോ പൊട്ടാഷോ 1 തവണ ചെടിക്കിടുക. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഓണത്തിനോട് അടുപ്പിച്ച് പൂ മതി എന്നുള്ള ആളുകൾ. എന്നാൽ ഇപ്പോൾ ഉള്ള ക്രമത്തിൽ അങ്ങനെ പോട്ടെ, അത്തത്തിന് തന്നെ പൂ പൊട്ടിക്കാമെന്നുള്ള ആളുകൾ ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ജൂലൈ നമ്മൾ കഴിഞ്ഞ് ജൂലൈ ലാസ്റ്റ് 25, ഇപ്പം ഇന്ന് 25, ജൂലൈ 25 ആദ്യത്തെ മുട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ സാധാരണ പറയുക, ഇപ്പോഴത്തെ സമയക്രമത്തിൽ ഓഗസ്റ്റ് 1-ാം തീയതി കാണുന്ന മുട്ടാണ് ഓഗസ്റ്റ് 15-ാം തീയതി വിരിയുക. നന്നായി മനസ്സിലാക്കുക.
ഓഗസ്റ്റ് 1-ാം തീയതി കാണുന്ന പൊടി മുട്ടാണ് ഓഗസ്റ്റ് 15-ാം തീയതി വിരിയുക. അപ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് 1-ന് എത്ര മുട്ട് കണ്ടു അത്ര മുട്ട് അത്തത്തിന് പൊട്ടിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മുട്ടയെ അത്തത്തിന് പൊട്ടിക്കാൻ കിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓഗസ്റ്റ് 1-ന് കാണുന്ന മുട്ടാണ് അത്തത്തിന് പൊട്ടിക്കുന്നത്. അപ്പോൾ ജൂലൈ 30-ന് കാണുന്ന മുട്ട ആണെങ്കിൽ നമുക്ക് അത്തത്തിന് കുറച്ചും കൂടി പൂവ് കിട്ടും. ജൂലൈ 29-ന് കാണുന്ന മുട്ട ആണെങ്കിൽ അത്തത്തിന് കുറച്ചും കൂടി പൂവായിരിക്കും. ജൂലൈ 28-ന് കിട്ടുന്ന മുട്ട ആണെങ്കിൽ അത്തത്തിന് കുറച്ചും കൂടി പൂവുകൾ വിരിയും. ജൂലൈ 27-നും 26-നും കാണുന്ന മുട്ടാണെങ്കിൽ അത്തത്തിന്റെ മുന്നേ കുറച്ച് പൂ വിരിഞ്ഞു നിൽക്കും. അപ്പൊ മനസ്സിനൊരു സന്തോഷം. ജൂലൈ 25 മുതലുള്ള മുട്ട് നിർത്തിയാൽ അത്തത്തിന്റെ 3 ദിവസം മുന്നേ എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം പൂവൊക്കെ ഇങ്ങനെ വിരിയാൻ തുടങ്ങും. ഒരൊറ്റ കണ്ടീഷനുള്ളൂ, മഴ കുറഞ്ഞ് വെയിൽ കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആവും. അപ്പൊ നമുക്ക് ശരിക്ക് 16 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നിങ്ങളെ പൂമുട്ട് വിരിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് 25-ാം തീയതി കാണുന്ന മുട്ട് 16 ദിവസം കണക്കാക്കി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 10 ആവുമ്പോഴേക്കും വിരിയാൻ തുടങ്ങും. വേണമെങ്കിൽ സന്തോഷത്തിന് അത് കണ്ടു നിൽക്കാം. അപ്പൊ 10-ന് വിരിഞ്ഞ പൂവ് പൊട്ടിച്ച് വിൽക്കാൻ ചിലപ്പോൾ വിപണി കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് 15-ൽ വിരിഞ്ഞാൽ മതിയെങ്കിൽ ഈ മുട്ട് കാണുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അതായത് എൻ്റെ സിസ്റ്റം പ്രകാരം 25-ന് മുട്ട് കണ്ടാൽ ചെടി മെച്ചറായി മുട്ട് വരാറായി എന്ന് നമ്മൾ മനസ്സിലാക്കി. 25 മുതൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, ഞാൻ ചെയ്യുന്ന രീതി 25 മുതൽ 30-ാം തീയതി വരെയുള്ള മുട്ടുകൾ കാണുന്നതൊക്കെ മുറിച്ച് കളയും. മനസ്സിലാവുന്നുണ്ടല്ലോ? 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള മുട്ടൊക്കെ ഇങ്ങനെ മുറിച്ച് കളയും. മുറിച്ച് കളഞ്ഞിട്ട് 1-ാം തീയതി തൊട്ടുള്ള മുട്ട അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 16-ാം തീയതി ഞാൻ പൂ പൊട്ടിക്കും. അത്തതിൻ്റെ തലേദിവസം പൂ പൊട്ടിക്കും. ഇതാണ് ഞാൻ ചെയ്യുക. പക്ഷെ കുറേ ആളുകൾക്ക് പേടി വരും, എങ്ങനെ ഈ മുട്ടൊക്കെ മുറിച്ച് കളഞ്ഞാൽ ഇനി ഉണ്ടാവുമോ ഉണ്ടാവില്ലേ? നിങ്ങൾ കുറേ ചെടിയിൽ മാറ്റം വരുത്തുക. നിങ്ങളൊക്കെ എല്ലാ ചെടിയിൽ കുറച്ച് ചെടി 25-ാം തീയതി കാണുന്ന മുട്ട് നിർത്തുക. കുറച്ച് ചെടിയിൽ 26, 27-ന് കാണുന്ന മുട്ട് മതി. അതിൻ്റെ മുന്നേ മുട്ട് കണ്ടാൽ മുറിച്ച് കളയുക. ഇങ്ങനെ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇത്ര അറിയണ്ടോ? ഞാൻ ഇനി നിങ്ങളോട് കൂടുതൽ കഥകൾ പറയുന്നില്ല. 16 ദിവസം കൊണ്ട് കണ്ട മുട്ട് വിരിയും, സ്റ്റാർട്ട് ചെയ്ത മുട്ട് വിരിയും വെയിലുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒരു 25-ന് മുട്ട് കാണണം എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട. 26-ന് കണ്ടാലും കുഴപ്പമില്ല, 27-ന് കണ്ടാൽ നിങ്ങൾക്ക് 1-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ഇനി ഒറ്റ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും അബദ്ധം കാണിക്കുന്നത് എന്താ അറിയോ? മുട്ട് വരുന്നില്ല എന്ന് കരുതിയിട്ട് ഡെയിലി സാധനം അടിക്കും. ചെടി അതോടുകൂടി പോകും. കാരണം ചെടിക്ക് താങ്ങാൻ പറ്റില്ല ഈ ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം 5 ലിറ്റർ വെള്ളം ചിലപ്പോൾ ഒരു 500 ചെടിക്ക് സ്പ്രേ ചെയ്യാനുണ്ടാവും. 5 ലിറ്റർ വെള്ളം 500 അല്ല, ചിലപ്പോൾ 1000 ചെടിക്ക് ലൈറ്റായിട്ട് അങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത പോലെ പോയാൽ മതി. ഉണ്ടോ? അപ്പോൾ ഇത്രയും വിശദീകരിച്ച് നിങ്ങൾ തന്നു. സംശയമുള്ള ആളുകൾ വൈകുന്നേരം 4:30-ക്ക് ശേഷം മാത്രം വിളിക്കുക കേട്ടോ. എത്ര പറഞ്ഞാലും ആളുകൾ പകൽ വിളിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഫോൺ എടുത്ത് നിങ്ങൾക്ക് അഡ്വൈസ് തരില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ നല്ലൊരു പൂക്കളുടെ വസന്തം തീർക്കുക. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ചെടിയും പൂക്കും, എൻ്റെ ചെടിയും പൂടും എന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. പക്ഷേ ഇനി ആദ്യം തൊട്ടുള്ള വളപ്രയോഗത്തെക്കുറിച്ച് ആരും ചോദിക്കരുത്. എഴുതി വെക്കണം, കൃത്യമായി എഴുതി വെക്കുക. എന്നാണോ നിങ്ങളുടെ മുട്ട് കണ്ടത് അത് നിങ്ങളൊരു ഡയറിയിൽ രേഖപ്പെടുത്തൂ. ഇപ്പം ഇന്ന് ഡേറ്റ് കണ്ട ആൾക്കാരുണ്ട്, ഇന്ന് മുട്ട് കണ്ട ആൾക്കാരുണ്ടാവും, നാളെ കണ്ടവരുണ്ടാവും, മറ്റന്നാൾ കണ്ടവരുണ്ടാവും. അതൊക്കെ കൃത്യം ഡേറ്റ് എഴുതി വെക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. ഇനി കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൂവിന് വലിപ്പം കുറവാണ് എന്ന് കണ്ടാൽ, മുട്ട് നല്ല വലിയ പൂവുണ്ടേ, ഞാൻ പറയാം 70 ഗ്രാം വരെ പൂവ് ഉണ്ടാവാറുണ്ട് കേട്ടോ, വലിയ പൂവ്. അപ്പം നിങ്ങൾ ആദ്യത്തെ മുട്ടൊക്കെ മുറിച്ച് കളഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ? ധാരാളം മുട്ട് പൊട്ടി വരും. ആദ്യം കാണുന്ന മുട്ട നിർത്തണ്ട. ആദ്യം കണ്ട മുട്ട് കുറച്ചുകൊണ്ട് പൊന്തിയാൽ തല മുറിച്ച് കളയുക. അപ്പോൾ അടുത്ത മുട്ട് പെട്ടെന്ന് വരും. അത് നിർബന്ധമായി ആദ്യത്തെ മുട്ട് മുറിച്ച് കളയുക തന്നെ വേണം. അല്ലെങ്കിൽ അത് വലിയൊരു പൂവാകും, അടുത്ത പൂവ് കുറച്ച് ചെറുതാവും. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുക, ആദ്യത്തെ മുട്ട് കാണുമ്പോൾ മുറിച്ച് കളയും. ഇത്രയും വിശദമായിട്ട് അതിൽ കുറേ സമയം എടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പൂർണ്ണമായും നിങ്ങൾ കാണണം. പകുതി വെച്ച് കണ്ടിട്ട് നിങ്ങൾ മാറ്റമൊന്നും ചെയ്യരുത്. എല്ലാവർക്കും വളപ്രയോഗം ഒരേ രീതിയിലാണ്. പൂവ് കാണാത്തവർക്ക് മാത്രം, മുട്ട് കാണാത്തവർക്ക് മാത്രമാണ് അടുത്തൊരു സ്റ്റേജിൽ ഈ പറഞ്ഞ വളങ്ങളെല്ലാം നിങ്ങളോട് ചെയ്യാൻ പറയും. ഇനി മുട്ടിന് കരുത്ത് കിട്ടാനുള്ള മാർഗം പറയാം. ആദ്യത്തെ മുട്ട് മുറിച്ച് കളഞ്ഞു. പിന്നെ വരുന്ന മുട്ടുകൾ പിന്നെ 26-ാം തീയതി 27-ാം തീയതി കാണുന്ന മുട്ട് ഷുവറായിട്ട് നിർത്താം കേട്ടോ. അപ്പോൾ ആ മുട്ടിന് കരുത്ത് കിട്ടണമെങ്കിൽ, വേഗം വിരിയണമെങ്കിലും കരുത്ത് കിട്ടണമെങ്കിലും ഈ 13, 27, 27 ഇടയിൽ കൊടുത്താൽ മതി. ഇനി ആദ്യത്തെ തവണ ഒരു 1, 3, 5 ദിവസങ്ങളിൽ, അതായത് ഒന്നാമത്തെ ദിവസം കൊടുത്തു, പിന്നെ 3-ാമത്തെ ദിവസം കൊടുത്തു, പിന്നെ 5-ാമത്തെ ദിവസം കൊടുത്താൽ പിന്നെ ബ്രേക്ക് ചെയ്യുക.
പിന്നെ നിങ്ങൾ ഇടയിൽ പൊട്ടാഷോ ഫാക്ടംബോസോ വേറെയുള്ള സാധനങ്ങളോ പൊട്ടാസ്യം അല്ല, ഫാക്ടംബോസ് എന്തെങ്കിലും കൊടുക്കണം. അത് കൂടാതെ മൊട്ട് കണ്ടതിൻ്റെ പിറ്റേ ദിവസം 1/2 സ്പൂണ് പൊട്ടാഷ്യം എല്ലാ ചെടികളുടെ കടക്കിലും എത്തിയിരിക്കണം. പൊട്ടാസ്യം അത് ഹെവി ഡോസ് സാധനം വേണ്ട, സാധാരണ ഓർഡിനറി പൊട്ടാഷ്യം ഇട്ട് കൊടുത്താൽ മതി. ചാരാണെങ്കിൽ ചാരം ലൈറ്റായിട്ട് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ട് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. കണ്ട ആൾക്ക്, മൊട്ട് കണ്ടവരും കാണാത്തവരൊക്കെ അത് കൊടുക്കുക. ഇത് ഇനി മൊട്ടിൻ്റെ വലിപ്പം കിട്ടാൻ ചെയ്യേണ്ട കാര്യം, പഞ്ചഗവ്യം ജീവാമൃതം അല്ലെങ്കിൽ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ ഇടയ്ക്കൊന്നങ്ങനെ ഒരു സ്പ്രേ ഉണ്ട് കൊടുക്കുക. പഞ്ചഗവ്യം ജീവാമൃതം കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചത് വേണമെങ്കിൽ, കടലപ്പിണ്ണാക്ക് അത്ര നൈട്രജനാണ്, അത്ര ഇതില്ല. അല്ലെങ്കിൽ നമ്മളെ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് ഇടവിട്ടൊന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് കിട്ടുമ്പോൾ ഈ സാധനം ബൂസ്റ്റാവും. അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിനും ഇതിൻ്റെതായ റോളുള്ളത്. പൊട്ടാസ്യം ഓരോ 5 ദിവസം കൂടുമ്പോഴും കുറഞ്ഞ ഡോസ്, 5 ദിവസം കൂടുമ്പോഴല്ല, സാധാരണ 15 ദിവസം കൂടുമ്പോഴാണ് കൊടുക്കുക. അതിന് പകരം നമ്മൾ പറയുന്നത് 5 ദിവസത്തെ ഗ്യാപ്പിൽ വളരെ കുറഞ്ഞ പൊട്ടാഷ്യം ചെടിയുടെ ചോട്ടിൽ ചെറിയൊരു നനവിലിട്ട് കൊടുക്കണം. ഒരു സ്പ്രേ മുകളിൽ എത്തണം. കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പൂക്കാലം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. വൈകുന്നേരം 4:30 ശേഷം. താങ്ക് യു.